ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് ഫോർച്യൂൺ IAS നിന്ന് എനിക്ക് കിട്ടിയ NCERT നോട്ട്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഫോർച്യൂൺ IAS അക്കാഡമിയിൽ ജോയിൻ ചെയ്തു കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായി. അപ്പോഴാണ് അവർ എനിക്ക് ഈ NCERTയുടെ സ്റ്റഡി മെറ്റീരിയൽസ് തന്നത്. ഇതിലിപ്പോൾ ടോട്ടൽ 5 NCERTയുടെ നോട്ടാണ് ഉള്ളത്. ഒന്ന് ജനറൽ സയൻസ്, ക്ലാസ് 6th മുതൽ 12th വരെയുള്ള ജനറൽ സയൻസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നത്തേത് ജോഗ്രഫിയുടെയാണ്. അതിൽ ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും കവർ ചെയ്തിട്ടുണ്ട്. 6th മുതൽ 12th ക്ലാസ് വരെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടിൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി ആ ടോപ്പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. NCERTയിലുള്ള അതേ ടോപ്പിക്സ് തന്നെ. പിന്നെ നെക്സ്റ്റ് ബുക്ക് വരുന്നത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസിൻ്റെ NCERT നോട്ട്സാണ്. കൂട്ടത്തിൽ ഏറ്റവും കട്ടി കുറഞ്ഞത് ഈ ബുക്കിനാണ് കേട്ടോ. പിന്നെ വന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് വന്നത്. ഇതിലും 6th മുതൽ 12th വരെയുള്ള ക്ലാസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏൻഷ്യൻ്റ് ഉണ്ട്, മെഡീവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഇന്ത്യനെ കുറിച്ചുണ്ട്, പിന്നെ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യനെ കുറിച്ചും ഉണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യൻ പെയിൻറ്റിങ്സിനെ കുറിച്ച്, ആർക്കിടെക്ചറിനെ കുറിച്ചെല്ലാം ഏറ്റവും ലാസ്റ്റത്തെ പോർഷനിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ബുക്കാണ് ഇത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിനെ കുറിച്ചിട്ടുള്ള ബുക്കാണ്. ഇതിൽ ക്ലാസ് 9th മുതൽ 12th വരെയുള്ള ഇതാണ് NCERT നോട്ട്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലെല്ലാം ഈ NCERTയുടെ നോട്ട്സിലെല്ലാം ഓൾഡ് NCERTയും ന്യൂ NCERTയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.